നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങി 8ാം ദിവസമാണ്. ആ 8ാം ദിവസവും ആക്രമണം തുടരുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അപ്പോഴും പ്രതീക്ഷയായി ചില നീക്കങ്ങൾ കൂടിയുണ്ട്. പ്രകോപനമില്ലാതെ ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചു. تا ایرانمون رو سربلند از این بحرانی که هست بیرون بکشیم و اینکه ما بدون قید شرط بخوایم تسلیم بشیم یه چنین خوابی رو اینا باید با خودشون به گور ببرن. آنچه که ما باش پایبندیم قوانین بین المللی است، چارچوب‌های انسانی است و اون اصولی که اینا دم ازش میزنن اصولا باید به همون پایبند باشن و حق و حقوق همه کشورها رو و طبیعتا ایران ما رو اینا حق ندارند نادیده بگیرن. من اینجا لازم از کشورهای همسایه که مورد حمله قرار گرفتن از طرف ایران از طرف خودم عذرخواهی کنم برای اینکه ما این روند و اوضاعی که اتفاق افتاد، فرماندهان ما، رهبر ما، عزیزان ما در حقیقت جان خودشون رو از دست دادن به خاطر تجاوز وحشیانه‌ای که داشت و نیروهای مسلح ما، قهرمانانی که جان کف دستشون گذاشتن که از تمامیت ارضی دفاع کنن. സാഹചര്യം അനുകൂലമായതോടെ പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി എമിറേറ്റ്സ് അറിയിച്ചു. ഖത്തർ പുറപ്പെടുവിച്ചിരുന്ന ജാഗ്രതാ നിർദ്ദേശവും പിൻവലിച്ചതായി അറിയിപ്പിലുണ്ട്. അതിനിടെ കൊച്ചിയിൽ ഇറാൻ കപ്പൽ അടുപ്പിക്കാൻ അനുവദിച്ചത് മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്താണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. When this ship wanted to come in and that too in difficulties, I think it was the humane thing to do, and I think we were guided by that principle. And in a sense of the other ships, one obviously had a similar situation in Sri Lanka, and they took the decision which they did, and one unfortunately didn't make it. I think where we really approached it from the point of view of in a sense of humanity, of other than whatever the legal issues were, and I think we did the right thing. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, 8ാം ദിവസമാണ്. അപ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുന്നു, ആക്രമണം കടുപ്പിക്കുന്നു എന്ന വിവരങ്ങൾക്കിടയിലാണ് ആശ്വാസകരമാകുന്ന ചില വാക്കുകൾ പെസഷ്കിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നലെ മാത്രം ഇസ്രായേൽ ഇറാനിലേക്ക് 80-ലധികം ആക്രമണങ്ങൾ നടത്തി, യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ പെസഷ്കിയാന്റേതായി പുറത്തു വരുന്ന ഈ പ്രസ്താവന എത്രമാത്രം പ്രാധാന്യമുണ്ട്? ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ഗൾഫ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങളായിരുന്നു, ആക്രമണങ്ങളായിരുന്നു. അത് ഒഴിയുമെന്ന് ഇനി കരുതാമോ? രേണുക, പൂർണ്ണമായിട്ടും ആശ്വസിക്കാറായിട്ടില്ല. എങ്കിലും ഗൾഫ് മേഖലയിലുള്ള നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെയധികം ഒരു സമാധാനവും അതുപോലെ തന്നെ ആശങ്ക ഒഴിയിക്കുന്നതുമാണ്. അതായത് ഇറാനിയൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇനി മുതൽ ഈ ഒരു നിമിഷം മുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തില്ല. അതായത് ഒരു പ്രകോപനമില്ലാതെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി മുതൽ ഇറാൻ ആക്രമണം നടത്തില്ല. ഗൾഫ് രാജ്യങ്ങളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നാണ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ US-ന് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ കീഴടങ്ങുമെന്ന് US ഒരിക്കലും അവരുടെ സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്നും പെസഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി US-ന്റെ ഭാഗത്തുനിന്ന്, US സൈനിക കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രകോപനമില്ലാതെ തിരിച്ചടികൾ നൽകില്ല. എന്നാൽ US-ന് കീഴടങ്ങുകയുമില്ല. ഇതാണ് ഇറാൻ പുതിയ പ്രസ്താവനയിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞത് നിലവിൽ ഈ മേഖലയിൽ ഒരു റീജിയണൽ സ്റ്റെബിലിറ്റി അത് ആവശ്യമാണ്, സമാധാനവും ശാന്തിയും ഇവിടെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനു മുൻപേ പശ്ചിമേഷ്യയിലുള്ള സാഹചര്യം അത് അതീവ ഗുരുതരം തന്നെയായിരുന്നു. അതിലേക്ക് വരും മുമ്പ് അജയ്, എന്താണ് പെസഷ്കിയാനെ ഇറാനെ ഈ രീതിയിൽ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ അയൽ രാഷ്ട്രങ്ങളെ ഈ രീതിയിൽ ഇനി ആക്രമിക്കേണ്ടതില്ല എന്ന് തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകം? ടെഹ്റാനിലെ വലിയൊരു ബ്ലാസ്റ്റിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നൊരു സാഹചര്യവും സാധ്യതയും കൂടി നമ്മൾ കാണണം. അപ്പോൾ എന്താണ് ഇറാൻ ഈ പ്രഖ്യാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്?
രേണുക, അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിച്ചത് ഒരു പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാകാം. അദ്ദേഹം കുറച്ചു മുൻപേ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനോട് ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ പുടിൻ പറഞ്ഞത് ഈ സംഘർഷം അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കരുത്, എത്രയും വേഗം തന്നെ ഇത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതുൾപ്പെടെ ഇറാന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. റഷ്യ നമുക്കറിയാം ഇറാന് ഏറ്റവും കൂടുതൽ ഒരു അനുകൂല സാഹചര്യം നൽകിക്കൊണ്ട് ഇറാന് പിന്തുണയുമായി ഒപ്പം നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പോൾ പുടിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഗൾഫ് മേഖലയിലേക്ക് ഈ സംഘർഷം കൂടുതൽ വ്യാപിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം ഇറാന് നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തങ്ങൾക്കെതിരെ കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇറാൻ പുതിയൊരു നീക്കം നടത്തിയത്. മാത്രമല്ല നാളെ അറബ് ലീഗിന്റെ പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. ഇന്നാണ് ഇത്തരമൊരു യോഗം ചേരാൻ വേണ്ടി തീരുമാനമായത്. വീഡിയോ കോൺഫറൻസ് വഴി അറബ് രാജ്യങ്ങളിലുള്ള എല്ലാ നേതാക്കളും സംസാരിക്കുമെന്നും അറിയിച്ചിരുന്നു. അപ്പോൾ അറബ് ലീഗിന്റെ ഈ ഒരു യോഗം, അതുമാത്രമല്ല റഷ്യൻ പ്രസിഡന്റിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശം, ഇതെല്ലാം കൊണ്ടാണ് ഇറാൻ ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് ഇപ്പോൾ തീരുമാനം. അങ്ങനെ പറയുമ്പോൾ പോലും അജയ് നോക്കൂ, ഇവിടെ ഇപ്പോൾ പെഷസ്കിയാന്റെ ഇന്റർവ്യൂവിന്റെ ഭാഗമായി BBC നൽകിയിട്ടുള്ള വാർത്ത, Pezeshkian apologizes to neighboring states and says Tehran will not attack them unless attacked first എന്നാണ്. നോക്കൂ, നമുക്കറിയാം അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ പോലും ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അവരുടെ ബേസ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ പോലും അവിടേക്ക് ഇറാൻ ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വാക്കുകൾ കൊണ്ട്, അൺലെസ് അറ്റാക്ട് ഫസ്റ്റ് എന്ന വാക്കുകൊണ്ട് പെഷസ്കിയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അമേരിക്കയിൽ ഇനി മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുത് എന്നൊരു സന്ദേശം നൽകാനായിരിക്കുമോ ശ്രമിക്കുക? അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രമായി അതിനെ നമ്മൾ കാണണമോ? ഇതൊരു പക്ഷേ ഒരു മുന്നറിയിപ്പ് തന്നെ ആകാം. കാര്യം നാളെ ഈ പറഞ്ഞതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുമായി ഇതിനു മുൻപേ ഒരു മീറ്റിംഗ് ഉൾപ്പെടെ നടന്നിരുന്നു. ഇവരുൾപ്പെടെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാൻ ഇത്തരം ഒരു പ്രസ്താവന പുറത്തിറക്കുകയാണെങ്കിൽ, അതായത് ഇനി ഒരു പ്രകോപനമില്ലാതെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക ചിലപ്പോൾ ഈ ആക്രമണങ്ങളിൽ ചിലപ്പോൾ ഒരു പുനർചിന്തനം അത് നടത്തേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ തോത് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇസ്രായേൽ അപ്പോഴും ഒരു പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. ഇസ്രായേൽ നിലവിൽ ഈ സാഹചര്യത്തിലും ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആർമിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപേ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അവർ ഇറാൻ കേന്ദ്രീകരിച്ച് അടുത്ത ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഇവർ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതായത് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആക്രമണവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ തുടർ ആക്രമണവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിൽ പല നഗരങ്ങളിലും കടുത്ത പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. ടെല്ലവീവിലും അതുപോലെ ജെറുസലേം, അതുപോലെ ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലെല്ലാം നിരവധി സ്ഥലങ്ങളിൽ മിസൈലുകൾ വീണിട്ടുള്ളതായിട്ടാണ് വിവരമുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ ഇസ്രായേലിനകത്ത് ഇപ്പോഴും ബങ്കറുകൾക്കുള്ളിൽ തന്നെയാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും ഈ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയാൽ പോലും അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇസ്രായേലുമായി ചേർന്ന് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പറയുന്ന അവരുടെ ഈ ഒരു സൈനിക നീക്കത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമോ? അതൊരു തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ പെഷസ്കിയാന്റെ വാക്കുകൾ നൽകുന്ന ആശ്വാസം എത്ര നിലനിൽക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിൽക്കുകയാണ്. അജയ്, മറ്റൊരു കാര്യം, ഈ എമിറേറ്റ്സ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വാർത്തയാണ്. ഒരുപാട് പേർ യാത്രകൾ നടത്താനാകാതെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് എത്താനാകാതെ, ഉറ്റവരുമായി അകന്നൊക്കെ കഴിയുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഈ വിമാന സർവീസ് നോർമലൈസ് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഹാസ് പാർഷ്യലി അസ്യൂംഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ പോലും വലിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഇന്ന് രാവിലെ പോലും ഒരു സ്ട്രൈക്ക് ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന വിവരം UAE അറിയിച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ പോലും ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഇത്തരമൊരു
പ്രസ്താവന ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇത് നോർമലൈസ് ആകാൻ എത്ര സമയം ഇനിയും എടുക്കുമെന്നാണ് കരുതുന്നത്? അതിന് കൂടുതൽ സമയം എടുക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്? തീർച്ചയായിട്ടും ഇക്കാര്യത്തിലൊരു കൺഫ്യൂഷൻസ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം മിനിറ്റുകൾ ഇടവിട്ടാണ് പല പ്രസ്താവനകളും പുറത്തു വന്നത്. ആദ്യം എമിറേറ്റ്സ് വിമാന സർവീസിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരമൊരു വിവരം വന്നത്. അതായത് എമിറേറ്റ്സ് ദുബായിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും റദ്ദാക്കുന്നു എന്നൊരു എക്സ്പോസ്റ്റ് ആദ്യമിടുന്നു. അതിന് പിന്നാലെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കുന്നു, ഞങ്ങൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ഈ ഒരു വാർത്താ സമ്മേളനം അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത്. ഇതിലൂടെ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനി പ്രകോപനമില്ലാതെ ആക്രമണം നടത്തില്ല എന്ന് പറയുന്നു. അതിന് പിന്നാലെ എമിറേറ്റ്സ് പിന്നീട് മറ്റൊരു പോസ്റ്റ് കൂടി ഇടുന്നു. ഇതിലവർ വ്യക്തമാക്കിയിട്ടുള്ളത് പശ്ചിമേഷ്യയിലേക്കുള്ള ഞങ്ങളുടെ എല്ലാ ഫ്ലൈറ്റ് സർവീസുകളും പുനരാരംഭിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ എല്ലാ യാത്രക്കാർക്കും തങ്ങളുടെ വിമാനങ്ങളിൽ സർവീസ് നടത്താം. ഇന്ന് വൈകുന്നേരം മുതൽ ബുക്ക് ചെയ്തിട്ടുള്ള യാത്രക്കാർക്ക് ഈ സേവനം ലഭ്യമാകുമെന്നും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ട്. ഇത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുൾപ്പെടെ ബാധകമാണെന്നും എമിറേറ്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അതുവരെ വന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപേ BBC റിപ്പോർട്ട് ചെയ്യുന്നു, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അവരുടെ സേവനങ്ങൾ താൽക്കാലികമായി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഒരു ഭാഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വീണ്ടും പുനരാരംഭിച്ചിട്ടുള്ളതെന്നും BBC പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ യാത്രക്കാർക്ക് എന്തായാലും നിലവിലെ കൺഫ്യൂഷൻസ് ഒന്ന് മാറ്റി നിർത്താം. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന പ്രസ്താവനകളാണ് വിമാന കമ്പനികളുടെയും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെയും ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും നിലവിൽ സർവീസ് നടത്തുമെന്ന് എമിറേറ്റ്സും അതുപോലെ തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും അറിയിച്ചിട്ടുണ്ട്. ഖത്തർ ഇതിനു മുൻപേ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അവർ വിമാന സർവീസുകൾ നേരത്തേതുപോലെ തന്നെ ആരംഭിക്കുന്നു എന്ന് ഖത്തർ നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനോടകം തന്നെ സർവീസുകൾ പലതും ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് ഗൾഫ് നാടുകളും ഇനി മറ്റ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പിൻവലിക്കാൻ സാധ്യതയുണ്ട്. ഖത്തറിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധി നിന്നിരുന്നു. അവർ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അതായത് എലിവേറ്റഡ് സിറ്റുവേഷൻ, ഡേഞ്ചർ എന്നൊന്നും ഒട്ടും തന്നെ വ്യതിചലിക്കാത്തൊരു സമീപനമാണ് നിലവിൽ ഈ കപ്പൽ നങ്കൂരമിടാൻ അനുവാദം നൽകിയതിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ശരി, അജയ് സുധ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. AVP ഗ്രൂപ്പ് സ്ഥാപകന്റെ മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യരുടെ മകളും മുൻ മാനേജിംഗ് ഡയറക്ടർ PR കൃഷ്ണകുമാറിന്റെ സഹോദരിയുമായ കസ്തൂരി G കുട്ടിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കോയമ്പത്തൂർ നെഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിൽ കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ നേപ്പാൾ സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഒരു ആസൂത്രിത കൊലപാതകത്തിന്റെ സ്വഭാവമായിരുന്നു മൃതദേഹം കണ്ടെത്തിയ സാഹചര്യമൊക്കെ നൽകിയിരുന്നത്. എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഈ വീട്ടുജോലിക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിനിയെ ബന്ധപ്പെടുത്തിയാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? രേണു, അന്വേഷണത്തിന് 6 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോലിക്കാരിയുമായി ബന്ധപ്പെട്ടാണ് ഹോം നഴ്സിനെ നിർത്തിയിരുന്നു. നേപ്പാൾ സ്വദേശിയായിരുന്ന ഒരു ഹോം നഴ്സിനെ നിർത്തിയിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കവർച്ചാ സംഘം ഉള്ളിൽ കയറിയത്. CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 12:15 ഈ സംഘം ഫ്ളാറ്റിലെത്തുന്നതും ഇവരെ വാതിൽ തുറന്നു കൊടുക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ സമീപ പ്രദേശത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ AVP സ്ഥാപകന്റെ മക്കളാണ് ഈ മരിച്ച കസ്തൂരി G കുട്ടി. അവരുടെ മകൻ വിദേശത്താണ്. അദ്ദേഹവും ഒന്നിച്ച് ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തായിരുന്നത് കൊണ്ട് വിളിച്ചിട്ട് ഈ അമ്മ ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലാണ് അയൽവാസികളെ ബന്ധപ്പെട്ടത്. അങ്ങനെ അവർ ചെന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഫ്ളാറ്റിൽ ഈ അവസ്ഥയിൽ കൈകാലുകൾ കെട്ടി വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിൽ അവർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 83 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വീട്ടിലെ കവർച്ചാശ്രമം തന്നെയാണ്. അതായത് വീട്ടിൽ നിന്ന് 2 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ്
എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഇനി മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 6 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഇങ്ങനെ പോലീസിനെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്ന സാഹചര്യത്തിൽ തന്നെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വന്നത്. അതിൽ തുടർന്നാണ് നേപ്പാളി സ്വദേശിയായ ഈ ഹോം നഴ്സ് ആണ് ഇതിനുള്ള കവർച്ചയ്ക്കുള്ള സഹായം നൽകിയത്. തീർച്ചയായും ആ കാര്യങ്ങളിൽ സംശയിക്കേണ്ടതില്ല. കാരണം ആജ്ഞ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ വാതിൽ തുറന്നു കൊടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, ഈ 4 അംഗ സംഘത്തിനൊപ്പം ഈ വീട്ടുജോലിക്കാരി മതിൽ ചാടി പുറത്തു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്നത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർ നേപ്പാൾ സ്വദേശിനിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? ഇവർ നേപ്പാളിലേക്ക് കടക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്? രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഫോൺ ഈ ഫ്ലാറ്റിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മതിൽ ചാടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ, ഇവർ തന്നെ വാതിൽ തുറന്ന് ഈ കവർച്ചാ സംഘത്തിന് വാതിൽ തുറന്നു നൽകുന്ന ദൃശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് നേപ്പാളി സ്വദേശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ 6 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടും ഇവർ പുറത്തു പോകാനുള്ള നടപടിക്രമങ്ങളുമായിരിക്കും. അതായത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുക, ഇവരുടെ ഇമേജ് മറ്റുള്ള ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് മെസ്സേജുകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പോലീസ് ആദ്യ ഘട്ടത്തിൽ കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വ്യക്തമായിട്ടുണ്ട് നേപ്പാളി സ്വദേശിയായ ഹോം നഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യവും, ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു എന്നുള്ള ഒരു സാഹചര്യം. കവർച്ചാ ശ്രമത്തിനിടെ, അതായത് കവർച്ചയായിരുന്നു ഇവർ തീരുമാനിച്ചത്, അതിനിടെ നടത്തിയ കൊലപാതകം എന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ്. എന്തായാലും കസ്തൂരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കോയമ്പത്തൂരിലേക്ക് അയച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് ഈ സ്വർണ്ണമല്ലാതെ മറ്റെന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി കമ്മീഷണറാണ് അന്വേഷണത്തിന് ചുമതല നൽകുന്നത്. ഈ അമ്മ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മകൾ ഫോൺ വിളിച്ചതിനെ തുടർന്നാണ്, ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് തീർച്ചയായും അപ്പോഴാണ് അയൽവാസികളെ അറിയിക്കുകയും ഈ രീതിയിൽ പരിശോധന നടക്കുകയും ചെയ്തത്. ആജ്ഞ, ഇതിൽ ഉയരുന്ന ഒരു സംശയം, നിരവധി കുടുംബങ്ങളുള്ള അപ്പാർട്ട്മെന്റാണ്, ഫ്ലാറ്റ് സമുച്ചയമാണ്. അവിടെ 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ആണോ ആളുകൾ എത്തിയത്? 12-15 എന്നൊരു സമയമാണ്. അതൊരു അസ്വാഭാവികതയാണ്, ഇത്രയധികം പേർ ഒരു ആളില്ലാത്തൊരു ഫ്ലാറ്റിലേക്ക് എത്തുന്നത് എന്നതൊരു അസ്വാഭാവികതയുണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഈ വേലക്കാരിക്ക് അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുള്ളതായുള്ള സംശയം കൂടി ഉയരുന്നുണ്ടോ? നിലവിൽ വ്യക്തമാകുന്നത് ഈ ഇവരുടെ അറിവോട് കൂടിയിട്ടാണ്, അതായത് നേപ്പാളി സ്വദേശിയായ ഈ ഹോം നഴ്സിന്റെ അറിവോട് കൂടിയിട്ടാണ് ഇതിൽ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പ്ലാൻ ചെയ്തിരുന്നു. ഒരു പക്ഷേ രേണു സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഈ ജീവനക്കാർക്ക് അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഈ ഹോം നഴ്സിന്റെ അറിയാവുന്നതും അവർ തനിക്ക് ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരെ അറിയാവുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ കടത്തിവിടാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം. അതുമല്ലെങ്കിൽ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാരുടെ ഈ ഫ്ലാറ്റിലെ ജീവനക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകത്തിനായിരിക്കണം എന്നൊരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, ഈ ഫ്ലാറ്റിലെ തന്നെ മറ്റ് ജീവനക്കാർക്ക്, സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഉൾപ്പെടെ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിൽ നിന്നും ഈ ഹോം നഴ്സിന് വ്യക്തമായ പങ്കുണ്ട്. ഇത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ നടന്ന കൊലപാതകം, അതായത് കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിലെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത അടയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ആയിരിക്കുമോ പ്രാഥമികമായ അന്വേഷണ സംഘം നടത്തുന്നത്? ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു പോയി എന്നത് ഒരു പക്ഷേ തങ്ങളെ ട്രേസ് ചെയ്യാതിരിക്കുക എന്ന ഒരു ജാഗ്രത ഇവരുടെ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ എവിടെ എന്നത് കണ്ടെത്തുക ദുർഘടമാകുന്നൊരു സാഹചര്യമുണ്ടോ?
രേണു, പോലീസ് പറയുന്നത് ഇവിടെ ഈ ഫ്ലാറ്റിൽ ഉള്ളവർക്കും അറിയാവുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെമിലിയാരിറ്റി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അധികം ദൂരമില്ല എന്ന് വേണം മനസ്സിലാകുന്നത്. കാരണം ഇവരുടെ ഫേസ് വ്യക്തമാണ്, ഇവരെ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇമേജ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് പോയത് അത് ട്രേസ് ചെയ്ത് പിടിക്കാതിരിക്കാനായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള നിരവധി സാഹചര്യങ്ങൾ പോലീസിന് വളരെ വേഗം ഇവരെ കണ്ടെത്താനുള്ള, ഇവരെ കുരുക്കിലാക്കാനുള്ള വളരെ അധികം മറ്റു സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇവർ പുറത്തേക്ക് ഇന്ത്യ വിട്ട് പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നേപ്പാളിലേക്ക് ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ടിൻ്റെ സാഹചര്യങ്ങൾ, പാസ്പോർട്ടൊന്നും വേണ്ട എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് അത്തരം കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ ഇവർ കടന്നു പോകുമോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടി വേഗത്തിൽ തന്നെ ഇവരെ പിടികൂടാനുള്ള നീക്കങ്ങളിലേക്കും ശ്രമങ്ങളിലേക്കും ഒക്കെയാണ് പോലീസ്. ഈ കൊലപാതകി ആര്, അല്ലെങ്കിൽ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തതിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ ഹോം നേഴ്സ് എന്നുള്ള ഒരു കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കൂടുതൽ അന്വേഷണം മുന്നോട്ട് നീങ്ങുക. ശരി, എന്തായാലും കസ്തൂരി ജി കുട്ടിയുടെ കൊലപാതകത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. വീട്ട് ജോലിക്കാരിയായിരുന്ന നേപ്പാളി സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ചെറിയൊരു സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജ് വിദ്യാർത്ഥിനി ജസ്ലിയയുടെ അപകടത്തിൽ പ്രതി സിറിയക് പി ജോർജ് റിമാൻഡിൽ. പ്രതിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. രാത്രിയായതിനാൽ റോഡിലൂടെ പോവുകയായിരുന്ന ജസ്ലിയയെ കണ്ടില്ലെന്നും മദ്യപിച്ചിരുന്നില്ല എന്നുമാണ് സിറിയക്കിന്റെ മൊഴി. അതേസമയം പോലീസ് വീഴ്ചയെക്കുറിച്ച് ആലുവ ഡിവൈഎസ്പി അന്വേഷിക്കും. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട്? രേണുക, പ്രതി ആദ്യമായി മൊഴി നൽകിയതനുസരിച്ച് താൻ ഈ പെൺകുട്ടി ക്രോസ് ചെയ്തത്, റോഡിൽ അരികിൽ കൂടി പോകുന്നത് കണ്ടില്ല. അപകടം നടന്ന ശേഷമാണ് താൻ വാഹനം ഇടിച്ചു എന്ന് മനസ്സിലായത്. മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം മദ്യപിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഇത്രയും ദിവസം ഒളിവിൽ പോകുന്നതെന്നൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ മുടിയും നഖവും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനു വേണ്ടിയിട്ട് മുടിയും നഖവും ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. എന്നാലും പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പറയുന്നുണ്ട്. വിശദമായി ചോദ്യം ചെയ്യാൻ ആണ് പോലീസിന്റെ അടുത്ത നീക്കം. കാരണം നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പ്രതിയെ പിടികൂടാതെ പോലീസിന്റെ ഈ ഒളിച്ചുകളിയിൽ കുടുംബവും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളും കോളേജും ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പ് അടക്കമുള്ളവയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയുടെ മൊഴിയിൽ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയെ വാഹനം ഇടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് താൻ അറിഞ്ഞത്. ഭയം മൂലമാണ് അപ്പോൾ നിർത്താതെ പോയത്. അടുത്ത ജംഗ്ഷനിലെത്തി താൻ വാഹനം നിർത്തി തിരിച്ച് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ പോലീസിനെയോ മറ്റാരെങ്കിലും അറിയിക്കാൻ താൻ ഭയപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇത് ആരോടും പറയാതെ താൻ ഒളിവിൽ പോകുന്നത്. അതിൽ 3 ദിവസം, അതായത് പെൺകുട്ടി ജാസ്ലിയ മരിച്ചു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഒളിവിലേക്ക് പോയത്. അതുവരെ ഈ സിറിയക്ക്, പ്രതിയായിട്ടുള്ള സിറിയക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി മരിച്ച ദിവസമാണ് ഒളിവിൽ പോയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 3 ദിവസമാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. വാഗമണിലെ ഒരു സുഹൃത്തിന്റെ റിസോർട്ടിലായിരുന്നു. അവിടെ വെച്ച് രൂപം മാറി, അതായത് താടിയും മീശയും ഒക്കെ വടിച്ച മറ്റൊരു രൂപത്തിലായിരുന്നു പിന്നീട് പോലീസ് പിടികൂടുമ്പോൾ പ്രതി ഉണ്ടായിരുന്നത്. തന്നെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയായിരുന്നു പ്രതി നടത്തിയത്. വാഗമണിലെ റിസോർട്ടിൽ പ്രതി ഉണ്ടെന്ന് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു.
ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. പോലീസിനെ കണ്ട ഉടൻ തന്നെ സിറിയക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ വളരെ നാടകീയമായാണ് പോലീസ് പ്രതിയെ പിടികൂടി പിന്നീട് അങ്കമാലി പോലീസിന് കൈമാറുകയും ചെയ്തു. എന്തായാലും പോലീസ് ഈ മദ്യപിച്ചിരുന്നില്ല എന്ന പ്രതിയുടെ മൊഴിയാണ് വിശ്വാസത്തിലെടുക്കാത്തത്. കാരണം നമുക്കറിയാം 6 ദിവസം കഴിഞ്ഞു. ഇന്നലെ 6ാമത്തെ ദിവസമാണ് പ്രതിയെ പിടികൂടിയത്. അങ്ങനെ ലഹരിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് പോകാനുള്ള, രക്തത്തിൽ നിന്നും അത് മാറാനുള്ള ഒരു സാധ്യതയൊക്കെ കൂടുതലാണ്, മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രതിയുടെ മുടിയും നഖവും പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. രേണുക. തീർച്ചയായും നവമി ദിനേശാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴികൾ എന്തായാലും അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല എന്നതാണ് നവമി തന്നെ സൂചിപ്പിച്ചത്. നമുക്കറിയാം, നിരവധി ദിവസങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 6 ദിവസത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ വ്യക്തത വരുത്തുക ഒക്കെ ശാസ്ത്രീയമായി എത്ര സാധ്യമാകും എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. പോലീസ് വീഴ്ചയെക്കുറിച്ച് ആലുവ ഡിവൈഎസ്പി അന്വേഷിക്കും എന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ട്. നവമി, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? പോലീസിന് വലിയ വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഈ കാര്യത്തിൽ തന്നെ ഇനി അയാൾ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്നത് തെളിയിക്കുക തന്നെ അസാധ്യമാകുന്നൊരു സാഹചര്യമുണ്ട്. അയാൾ കേരളം വിട്ടുപോലും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ ദിവസങ്ങളെടുത്തു എന്നൊരു സാഹചര്യം, വീട്ടുകാർ തന്നെ പരാതിപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിൽ വലിയൊരു വിശദമായ ഒരു പരിശോധനയ്ക്കാണോ ഇപ്പോൾ സാധ്യത തെളിയുന്നത്? രേണുക, കുടുംബം തന്നെ തുടക്കം മുതൽ പോലീസിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ അങ്കമാലി ഭാഗത്ത് വെച്ച് പെൺകുട്ടിക്ക് അപകടം സംഭവിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് അങ്കമാലി പോലീസിലെ സമീപിച്ച് അപകടം നടന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പ്രതിയിലേക്കുള്ള സൂചന കിട്ടിയോ, ആരാണ് വാഹനം ഓടിച്ചതെന്ന ചോദ്യങ്ങൾക്കൊന്നും പോലീസിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് പ്രതിയെ പിടികൂടുന്നതിൽ അടക്കം വലിയ വീഴ്ചയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. CCTV സംവിധാനങ്ങളൊക്കെ ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ഒരു പ്രതിയെ പിടികൂടുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു സംഭവമല്ല. അതും ഈ നമുക്കറിയാം, ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയ സമ്മർദ്ദമുള്ള കേസുകളിലല്ലാതെ പോലീസ് ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പ്രതിയെ നിഷ്പ്രയാസം തന്നെ പിടികൂടുന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ, സിറിയക്കിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പോലീസ് ഒരു അലംഭാവം കാട്ടിയെന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിയുന്നതാണ്. ആലുവ റൂറൽ SP അത് നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായില്ല എന്ന് റൂറൽ SP പറയുമ്പോൾ പോലും പിന്നീട് പോലീസിലുണ്ടായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം, ഈ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത്രയേറെ വാർത്തയായത്, കുടുംബം തന്നെ പറയുന്നുണ്ട് ഇതൊരു സാധാരണ വാഹന അപകടമായി മാറിയേനെ, ചിലപ്പോൾ പ്രതിയെ പിടികൂടില്ലായിരുന്നു. പക്ഷേ ഇത് ഈ കുട്ടിയുടെ അവയവദാനം ചെയ്തു. മാധ്യമങ്ങളടക്കം ഈ വാർത്ത അത്രയേറെ ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് പ്രതിയിലേക്ക് പോലും പോലീസ് എത്താനുള്ളൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ വരെ രൂപീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോലും പോയതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു, കുടുംബം പറഞ്ഞിരുന്നു. അങ്ങനെ ആലുവ ഇത്തരത്തിൽ വലിയ വീഴ്ച തന്നെയാണ് അങ്കമാലി പോലീസിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ആലുവ DYSPയോട് ഇതിൽ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറുവാൻ റൂറൽ SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആലുവ പോലീസിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രതിയെ പിടികൂടാൻ ഇത്രയും വൈകിയത്, അതും ഇത്രയേറെ വിവാദമായി ചർച്ചയായതിനു ശേഷമാണ്, പ്രതിഷേധം അടക്കം നടന്നതിന് ശേഷമാണ് പ്രതിയെ പിടികൂടുന്ന ഘട്ടത്തിലേക്ക് പോലും പോലീസ് കടന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാനായി ആലുവ DYSPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആലുവ DYSPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതലയും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. റൂറൽ SP ആണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കുടുംബം പറയുന്നതനുസരിച്ച് തങ്ങൾക്ക് നീതി കിട്ടിയില്ല, തന്റെ മകൾക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചു, ആ സമയത്ത് ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയേനെ എന്നുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കുടുംബമടക്കം ഉന്നയിച്ചത്. ഇതൊരു സാധാരണ അപകട മരണമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഈ വാഹന ഡ്രൈവർ നിർത്താതെ പോയത്, അതും ഒരു ഡോക്ടറാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ആള് തന്നെ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് രേണുക ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും. തീർച്ചയായും ആ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതും എത്ര വലിയ അപകടമാണ് അത് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു, എത്ര അലക്ഷ്യമായിട്ടായിരുന്നു ഡ്രൈവിംഗ് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. മാത്രവുമല്ല 3 ദിവസം ജീവനോട് മല്ലിട്ട് ജസ്ലിയ ആശുപത്രിയിൽ തുടർന്നു. അതിനു മുൻപ് നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ ജീവൻ എടുത്തത് ഒരു ഡോക്ടറാണ്,
അയാൾ വാഹനം നിർത്തി അവർക്ക് ആദ്യം ചികിത്സ നൽകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, പ്രാഥമിക ചികിത്സയെങ്കിലും നൽകിയിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്ന സാഹചര്യമാണ്. പഠനത്തിലും സ്പോർട്സിലും ഒക്കെ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ കുടുംബത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലും വീഴ്ചയുണ്ടായി എന്ന വലിയ ആരോപണങ്ങൾ ആ കുടുംബത്തിന്, ആ വലിയ ദുഃഖത്തിലും അവരുടെ അവയവദാനം എന്ന വലിയ മഹത്തായ കാര്യം അതവർ നടത്തുന്നു. അതിനുശേഷം അതേ കുടുംബത്തിന് പരാതിപ്പെടേണ്ടി വരുന്നു, പ്രതിഷേധിക്കേണ്ടി വരുന്നു. കൃത്യമായ ഒരു അന്വേഷണം അതിൽ നടക്കാനെന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള സാഹചര്യമാണ്. നവമി തുടരുന്നുണ്ട്. നവമി, ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് ശേഷം, ഇത് വലിയ വാർത്തയായതിനു ശേഷമാണ് അന്വേഷണം ഊർജിതമാകുന്നത്, ഇയാളെ പിടികൂടുന്നത്. സ്വന്തം അച്ഛൻ്റെ കൂടി ഒത്താശയോടുകൂടി കേരളത്തിൽ തന്നെ സുഖവാസ കേന്ദ്രത്തിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ഇയാൾ. ആരുടെയെങ്കിലുമൊക്കെ കൂടുതൽ സഹായങ്ങൾ അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ പിടിയിലായതിനു ശേഷം ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ, പോലീസിൻ്റെ വീഴ്ചയിൽ ഉൾപ്പെടെ അന്വേഷണം നടക്കുന്ന സാഹചര്യം ആ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണ്, കാര്യങ്ങൾ നേരെയാണ് എന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ടോ? അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണോ ഈ അന്വേഷണ കാര്യങ്ങളിൽ? രണിക, ഇന്നലെ കുടുംബം ഈ പ്രതി സിറിയക്കിന്റെ അറസ്റ്റിന് ശേഷം പ്രതികരിച്ചിരുന്നു. കുടുംബം സന്തോഷമുണ്ട്, പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട്. തന്റെ മകൾക്ക് നീതി നിഷേധിച്ചു എന്ന് കരുതിയിടത്തു നിന്നുമാണ് പ്രതിയെ പിടികൂടാൻ പോലീസ് തീരുമാനിച്ചത്. എന്തായാലും അതിൽ സന്തോഷമുണ്ടെന്ന് കുടുംബം പറയുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും സ്വന്തം മകളുടെ ഉണ്ടായ നഷ്ടത്തിനപ്പുറത്തേക്ക് അവർക്കൊന്നും വലുതായില്ല. പക്ഷെ മകൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു നീതി നേടിക്കൊടുക്കുവാൻ ആ കുടുംബത്തിന് കഴിഞ്ഞു എന്നൊരു ആശ്വാസത്തിലാണ് അവരിപ്പോഴും. ഇനി അടുത്ത ഘട്ടമെന്നോണം പോലീസിന്റെ അന്വേഷണം ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. തെളിവെടുപ്പ് അടക്കം ബാക്കിയാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടുകൂടി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചെങ്കിൽ പോലും ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം ഇന്ന് രാവിലെ നേരെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യമായിരുന്നു. പ്രതി എന്തായാലും ഇനി വിശദമായി ചോദ്യം ചെയ്യും, അതിനുവേണ്ടി കസ്റ്റഡിയിൽ വാങ്ങും. അതോടൊപ്പം തന്നെ വാഗമണിൽ പ്രതിക്ക് ഒളിവിൽ താമസിക്കുവാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്ത റിസോർട്ട് ഉടമയെയും വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതി സിറിയക്കിന്റെ സുഹൃത്തു കൂടിയാണ് റിസോർട്ട് ഉടമ എന്ന് പറയുന്നുണ്ട്. ഇന്നലെയാണ് പ്രതിയുടെ അച്ഛനായിട്ടുള്ള ജോർജ് മാത്യുവിന്റെ അറസ്റ്റ് രാവിലെ പോലീസ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി അങ്കമാലി സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പിതാവിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നുമാണ് സിറിയക്ക് എവിടെയുണ്ട് എന്നതിനുള്ള കൃത്യമായ ചില സൂചനകളും ഒളിവിൽ പോകാൻ അച്ഛൻ സഹായം നൽകി എന്നതും പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെ അച്ഛനെയും പ്രതിയാക്കിയായിരുന്നു ഇന്നലെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കി കോടതി ജാമ്യം നൽകി. പ്രതിക്ക് ഒളിവിൽ താമസിക്കാൻ സഹായം നൽകി എന്നതായിരുന്നു അച്ഛനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റവും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അടുത്തതായി വാഗമണില് റിസോർട്ടിൽ താമസിച്ച റിസോർട്ട് ഉടമയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വളരെ ഗൗരവകരമായ ഒരു കേസ് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് തുടക്കത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇനി വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു അന്വേഷണം തന്നെയായിരിക്കും അങ്കമാലി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുക. ശരി, നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നഗരഹൃദയത്തിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച പുലർച്ചെ ഏകദേശം 4:45 തീപിടുത്തം ഉണ്ടായത്. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് വ്യക്തമാണ്. പള്ളിയുടെ കെട്ടിടത്തിനും കാറിനും ആരോ തീയിട്ടുവെന്നാണ് പ്രാഥമിക നിഗമനം. ആന്റണി നോക്കി ഇവിടെ ഒരു ഫാദറുണ്ട് വികാരിയായിട്ട്, ഫാദർ ആന്റണി പാലേത്ര. അദ്ദേഹം രാവിലെ ഒരു 4:50-5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഇവിടെ തീ കണ്ടിട്ട് മറ്റുള്ളവർ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് വന്ന്, പോലീസുകാർ വന്ന് തീ അണച്ചു. പിന്നീട് CCTV നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദുരൂഹത പോലെ കാണുന്നുണ്ട്. ഒരാൾ അതിലൂടെ ആ ടൈമിൽ തന്നെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ CCTV ഫുട്ടേജ് പോലീസ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അവർ ഇപ്പോൾ പോലീസ് ഡോഗ് സ്ക്വാഡിനെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പരിശോധനകൾക്കെല്ലാം ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്കൊന്നും കത്ത് ചാച്ചത് പള്ളിയുടെ ഓഫീസ് എന്ന് പറയാം, പഴയ ഓഫീസ്, പള്ളി മേട എന്നാണ് നമ്മൾ വിളിക്കാറ്. അവിടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു.
പിന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് വികാരി അച്ഛൻ്റെ കാറ് അതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറും അതിനുശേഷം ഈ ഓഫീസിൻ്റെ 2 മുറികളുമാണ് കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇത് ഒരു രാത്രി 4 മണിക്ക് നടന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ കുറച്ച് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും ആരാണ് പ്രതി, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മതബോധന ക്ലാസ് നടക്കുന്ന കെട്ടിടവും കാറുമായിരുന്നു ലക്ഷ്യം. അവിടവുമായി പരിചിതമുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇതിന് പിന്നിലെന്ന സംശയമാണോ? CCTV കേന്ദ്രീകരിച്ച് ആ ദൃശ്യങ്ങളിൽ കണ്ട വ്യക്തിയെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും വേണുക, അങ്ങേയറ്റം ദുരൂഹമായ സാഹചര്യത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 4 തീ പ്രത്യക്ഷമായത്. ഈ പള്ളി കെട്ടിടത്തിനോട് ചേർന്ന് തന്നെയുള്ള ആളുകൾ ആണ് ഈ തീ പ്രത്യക്ഷമാവുന്നത് കാണുകയും പിന്നീട് പള്ളി അധികാരികളെയും അഗ്നിശമന വിഭാഗത്തെയും അറിയിക്കുകയും ചെയ്ത് അങ്ങനെ 4 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ കെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പള്ളിയോട് വളരെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. നേരത്തെ പള്ളിയുടെ ഒരു ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇപ്പോൾ മതബോധന ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. കുറച്ച് ഈ മതബോധന ക്ലാസുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ, ഒപ്പം രൂപങ്ങൾ, മറ്റു ചില ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മതപരമായ മറ്റു ചില കാര്യങ്ങളുമൊക്കെ ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ പള്ളി ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം പള്ളി വികാരിയുടെ ഒരു കാറ് കെട്ടിടത്തിന് സമീപം നിർത്തിയിട്ടിരുന്നു. ആ കാറിനും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പോലീസ് വളരെ വിശദമായ പരിശോധനകൾ തന്നെയാണ് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ നടത്തിയത്. അങ്ങനെയാണ് തൊട്ട് അടുത്തുള്ള വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരാൾ കെട്ടിടത്തിനുള്ളിലേക്ക് കയറി പോകുന്നതും പിന്നീട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നതും കണ്ടെത്തിയിരിക്കുന്നത്. ഈ പഴയ കെട്ടിടമാണ് ഈ കെട്ടിടം. അതിന്റെ ഓട് നീക്കിയാണ് ഒരാൾ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം കുറച്ചു കഴിഞ്ഞാണ് ഈ മുകൾ ഭാഗത്തോട് തന്നെ നടന്ന് പുറത്തേക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പുക ഉയരുന്ന പോലെ കാണുന്നുമുണ്ട്. എന്തായാലും യാദൃശ്ചികമായി ഉണ്ടായ ഒരു അപകടമല്ല ഇത് എന്ന കാര്യത്തിൽ പോലീസിന് ഏതാണ്ട് ഒരു കൃത്യമായ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ കൃത്യത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ തീയിടാൻ പോയ ആൾ ആരാണ്, അല്ലെങ്കിൽ ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് എങ്ങനെ ഒരാളുടെ സാന്നിധ്യം ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഉണ്ടായി എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. സാധാരണഗതിയിൽ മോഷണ ശ്രമത്തിനോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ വന്ന ആളാണെങ്കിൽ പോലും ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒപ്പം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണെങ്കിലും ഉടൻ തന്നെ ഈ പള്ളിയുടെ ഭാരവാഹികളെ വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുകയോ ഫയർഫോഴ്സിനെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ കൃത്യമായ ഒരു ആസൂത്രണത്തോടുകൂടി ആവാം ഈ കെട്ടിടത്തിൽ വന്നത് എന്ന നിഗമനമാണുള്ളത്. ഈ കെട്ടിടം അത്ര സജീവമായി ഉപയോഗിക്കുന്നില്ല. ഈ മതബോധന ക്ലാസുകൾ പോലുള്ള ഒരു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പള്ളി മേട എന്ന രീതിയിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു കെട്ടിടവുമായിരുന്നു. ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് എന്നാണ് നമുക്ക് പള്ളി അധികൃതരുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാക്കുന്നത്. പോലീസും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതിനെ കുറിച്ചുള്ള പരിശോധന നടത്തുന്നു. ഫോറൻസിക് വിഭാഗം അടക്കം സ്ഥലത്തെത്തി തെളിവുകളുടെ ഒരു ശേഖരണം നടത്തി. ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഇതിനകം പരിശോധിച്ചു. ഒപ്പം സമീപത്ത് തന്നെയുള്ള മറ്റ് കെട്ടിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധനയും നടന്നു വരികയാണ്. എന്തായാലും നഗരഹൃദയത്തിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യാദൃശ്ചികമായ ഒരു അപകടമല്ല, മറിച്ച് കൃത്യമായ ഒരാൾ കരുതി കൂട്ടി ചെയ്ത കൃത്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നിഗമനം. തീർച്ചയായും എന്തായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. എന്തായാലും വളരെ ആസൂത്രണത്തോടെ കൂടി നടത്തിയ സംഭവമാണ് എന്നത് വ്യക്തമാകുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ആ രീതിയിലാണ്. എന്തായാലും CCTV കേന്ദ്രീകരിച്ച് അതിൽ കാണുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മംഗളൂരുവിൽ വൻ ലഹരിവേട്ട, മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിലായി. കോട്ടയം സ്വദേശി ഫെലിക്സ് P. ജോസഫ്, ഉടുപ്പി സ്വദേശികളായ അഹമ്മദ് അലി അർഷാദ്, മുഹമ്മദ് സയ്യിദ് അഫ്രീദി, മംഗളൂരു സ്വദേശി മക്സൂദ് സാഗ്, മംഗളൂരു സ്വദേശികളായ അഡൽ റോച്ച്, ആരോൺ വിശാൽ ലസ്രാഡോ എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 53.87 ഗ്രാം MDMA,
163.2 ഗ്രാം ഹൈഡ്രോ കഞ്ചാവ് തുടങ്ങിയവ പിടിച്ചെടുത്തു. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, 6 പേരാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ മലയാളി ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ ലഹരിവേട്ടയെ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബംഗളൂരുവിൽ 10 കോടിയോളം വില വരുന്ന ഇത്തരത്തിലുള്ള കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മംഗളൂരുവിലും സമാനമായ രീതിയിൽ മലയാളി ഉൾപ്പെടെ 6 പേർ ഇത്തരത്തിൽ പിടിയിലാകുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ വിദേശത്തു നിന്നും എത്തിച്ച മയക്കുമരുന്ന് വസ്തുക്കളെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ ആണ് ഇത് പ്രധാനമായും എത്തിക്കുക. അതിനുശേഷം മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തിക്കുകയും ഇത് പ്രധാനമായും ഇതിലിപ്പോൾ പിടിയിലായിരിക്കുന്നവരെല്ലാം വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ഈ 6 പേരും വിദ്യാർത്ഥികളാണ്. ഈ ഫെലിക്സ് ഉൾപ്പെടെ 6 പേരും വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഈ വിദ്യാർത്ഥികളിലൂടെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ ഈ കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വ്യാപകമായ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിന് സമാനമായ രീതിയിൽ നഗരത്തിലെ എല്ലാ ഇടങ്ങളിലും മുക്കിലും മൂലയിലും നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 10 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ പിടികൂടാനായത്. ഏതായാലും മംഗളൂരുവിൽ നിന്നും ഇപ്പോൾ പിടികൂടിയ ഈ വസ്തുക്കൾ അത് കോടികളുടെ വില വരും എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോഴും പോലീസ് നടത്തി വരുന്നുണ്ട്. ഇതിൽ സന്ദീപ് ഷെട്ടി എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു ഹോട്ടലിലെ മാനേജറാണ്. ഇയാൾ മുംബൈ സ്വദേശിയാണ്. ഇയാളിൽ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരുവിലേക്ക് എത്തിച്ചു. അതിനുശേഷം മലയാളി ഉൾപ്പെടെയുള്ള ഈ ഫെലിക്സ് ഉൾപ്പെടെയുള്ള സംഘം അത് മംഗളൂരുവിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും കേരളത്തിലേക്ക് ഉൾപ്പെടെ ഇവർ വിതരണം ചെയ്യുന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ടെക്കികളെയും ഒക്കെ ലക്ഷ്യമിട്ടാണ് ഇവർ ഈ മയക്കുമരുന്ന് വസ്തുക്കൾ ഇവിടെ എത്തിക്കുന്നത്. ആദ്യം ഇതിന് ഉപയോഗത്തിന് അടിമയാവുന്നു. അതിനുശേഷം ഇവർ ഇതിന്റെ ശൃംഖലയായി മാറുന്നു എന്നാണ്. ഏതായാലും ഇതിലെ മുഖ്യ സൂത്രധാരനെ ഇനി പിടികൂടാനുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്ദീപ് ഷെട്ടി എന്ന് പറയുന്ന ഇയാളെ പിടികൂടാനുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരുവിൽ വിൻസെന്റ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ഒരു സൂത്രധാരൻ. അയാളും ഇതുവരെ പിടിയിലായിട്ടില്ല. അതേ ആള് തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇവരെ പിടിക്കപ്പെടാതെ ഇതിൽ ഏറ്റവും മുകളിലുള്ള ആളുകളെ അല്ലെങ്കിൽ സൂത്രധാരന്മാരെ ഇവർക്ക് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപകമായി എത്തുന്ന സാഹചര്യമാണുള്ളത്. ഏതായാലും പരിശോധന ഇനിയും തുടരും. അതോടൊപ്പം ഇപ്പം പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മംഗളൂരു പോലീസ് അറിയിച്ചിട്ടുള്ളത്. രേണുക, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മലയാളി ഉൾപ്പെടെയാണ് 6 പേരെ ഇപ്പോൾ ഇതിൽ പിടിയിലായിട്ടുള്ളത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ആഡംബര വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപക അന്വേഷണമായ ഓപ്പറേഷൻ നുംകൂറിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നു. പശ്ചിമബംഗാൾ ജയ്പാൽഗുരി സ്വദേശി ബിസ്വദീപ് ദാസിനെയാണ് ഭൂട്ടാൻ അതിർത്തിയിൽ നിന്ന് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരെ കുരുക്കിലാക്കിയ അന്വേഷണമാണ്. അതിലാണ് മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാളെപ്പറ്റി കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ഇയാള്. അയാളുടെ മുഴുവൻ പേര് ജൽപായി ഗുരു സ്വദേശിയായ ബിസ്വദീപ് ദാസ് എന്നാണ് അയാളുടെ മുഴുവനായ പേര്. ഇയാൾ കഴിഞ്ഞ കുറേയധികം നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഡംബര കാറുകൾ കടത്തി അയാൾ ഈ മേഖല സജീവമാക്കുകയായിരുന്നു. നിരവധിയായ ആളുകളുമായി, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വൻകിട ഇടനിലക്കാരുമായെല്ലാം വാഹന കച്ചവടക്കാരുമായെല്ലാം ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത്. നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്ന അസം സ്വദേശികളുണ്ട്. 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഈ രീതിയിലൊരു തിരച്ചിലേക്ക്, ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലേക്ക്, ബിസ്വദീപ് ദാസിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത്. ഇപ്പോൾ ഭൂട്ടാൻ അതിർത്തിയിൽ നിന്നാണ് ഇയാൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ ഇയാളുടേക്ക് എത്തിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ തന്നെ കസ്റ്റംസ് പറഞ്ഞിരുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കടത്തിൽ ഒരു ആസൂത്രിതമായ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇടപെടൽ തന്നെയാണ്, കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ ഇങ്ങനെ നിർലോഭം ഒഴുകുകയും അത് കച്ചവടം എല്ലാം തന്നെ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ വിവിധ ഇടനിലക്കാർ എന്നതിനപ്പുറം അതിനിപ്പുറത്തേക്ക് വിവിധ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഈ വാഹനങ്ങളോട് പ്രിയമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആളുകൾ ഉണ്ട്. അങ്ങനെയാണ് ഈ വാഹനങ്ങൾ ഇവിടെ എല്ലാം തന്നെ സുലഭമായി ലഭിക്കുന്നത് എന്ന വിവരമാണ് കസ്റ്റംസ്
കസ്റ്റംസിന് ലഭിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റേതുൾപ്പെടെയുള്ള വിവിധ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. പരിശോധനയുടെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ വാഹനങ്ങൾ ഇവർക്ക് വിട്ടു നൽകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്കിലും അത് കസ്റ്റംസിന്റേതടക്കമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴും ഈ കേസിൽ പറഞ്ഞിരുന്നത് ഇവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ വളരെ വർഷങ്ങളായി ഇവിടെ നിരത്തിൽ ഓടുന്ന വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യക്ഷത്തിൽ ഈ റാക്കറ്റുമായോ അല്ലെങ്കിൽ ഇത്തരം ഇടനിലക്കാരുമായോ യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്ന് തന്നെയാണ് വാദിച്ചിരുന്നത്. അതൊരു പരിധിവരെ ശരിയാണ് എന്നൊരു കണ്ടെത്തലാണ് കസ്റ്റംസിന് ഉള്ളത്. കാരണം ഇതുപോലുള്ള വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് എത്തിക്കുകയും പിന്നീട് മറ്റു പലരിലൂടെയും അറിഞ്ഞാണ് ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യഘട്ട വിൽപ്പനക്കാരെ മാത്രമാണ് ഇവർക്ക് കൂടുതൽ ബന്ധമുണ്ടാകുക. പിന്നീട് വരുന്നവരുമായിട്ട് അത്ര കണ്ട വലിയ രീതിയിലുള്ള ബന്ധമില്ല. പിന്നീട് വാഹനങ്ങൾ കൈമറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് ആദ്യഘട്ടത്തിൽ എത്തിക്കുമ്പോൾ ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ഇടനിലക്കാരടക്കമുള്ളവരിലേക്ക് കൂടി അന്വേഷണം എത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത്. ഭൂട്ടാൻ റോയൽ ആർമിയുടെയും മറ്റും പേരിൽ വ്യാജരേഖകൾ ചമച്ച് നികുതി നൽകാതെ ഇന്ത്യയിലേക്ക് കടത്തുന്ന ആഡംബര കാറുകളെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഓപ്പറേഷനാണ്. അതിന് പിന്നീട് വലിയ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും സിനിമാ താരങ്ങളും പല പ്രമുഖരുമൊക്കെ ഇതിൻ്റെ കണ്ണികളാണ് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ മുഖ്യ സൂത്രധാരനിലേക്ക് എത്താനായി എന്നത് ഈ അന്വേഷണത്തിൽ വലിയൊരു നേട്ടമായിട്ടാണോ കാണുന്നത്? കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ണികളെയെല്ലാം കണ്ടെത്താനും ഇതൊരു നിർണായക നീക്കമായി മാറുമോ? അങ്ങനെ തന്നെയാണ് രേണുക കരുതുന്നത്. കാരണം ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് പോലെ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ആളെ കണ്ടെത്തിയാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇയാളെ മുഖ്യ സൂത്രധാരനെ തന്നെ കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ആദ്യഘട്ട ഒരു പരിഗണനയിലേക്കെല്ലാം തന്നെ വെച്ചിരുന്നത്. അത് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാളുടെ പ്രധാനപ്പെട്ട കച്ചവടക്കാർ, അതായത് ഈ വാഹനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യയിൽ ഏതെല്ലാം ആളുകളാണ്, ആരെല്ലാമായിട്ട് ബന്ധമുണ്ടായിരുന്നത്, മാത്രവുമല്ല ഏതെങ്കിലും രീതിയിൽ സിനിമാ മേഖലയുമായിട്ട്, അതിപ്പോൾ കേരളത്തിന് പുറത്തുള്ളതാണെങ്കിലും സിനിമാ മേഖലയുമായി ഏതെങ്കിലും രീതിയിലുള്ള നേരിട്ട് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇയാളിലൂടെ തന്നെ അറിയാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ എത്തിയതിനു ശേഷം ഉണ്ടാകും. ഈ വ്യവസായികൾക്കും വാഹന ഡീലർമാർ, ഇടനിലക്കാർ തുടങ്ങിയൊരു വലിയ ശൃംഖല ഇവർക്ക് ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ എത്ര കണ്ട ഈ എക്സൈസ് തീരുവ വെട്ടിച്ച് എത്ര കണ്ട ഇവരത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതാണ്ട് 34ഓളം വാഹനങ്ങളാണ് കേരളത്തിൽ മാത്രമായി ഉണ്ടായിരുന്നതായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ചില വാഹനങ്ങൾ കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല എന്നാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പറയുന്നത്. ശരി, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യ സൂത്രധാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. കോങ്ങാട് MLA കെ ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തട്ടിപ്പു ശ്രമം 2 മണിക്കൂറോളം നീണ്ടുനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് MLAയുടെ നമ്പറിലേക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരിൽ നിന്നാണ് നമ്പർ ലഭിച്ചതെന്നാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത്. MLAയുടെ ഡ്രൈവറാണ് കുഴൽമന്ദം പോലീസിൽ വിവരം അറിയിച്ചത്. പിന്നീട് പലതവണ ഫോൺ വന്നെങ്കിലും എടുത്തില്ല എന്ന് ശാന്തകുമാരി പറഞ്ഞു. ATS എന്നാണ്, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിങ്ങളുടെ പേരിൽ ഈ നമ്പർ, വേറൊരു നമ്പർ പറഞ്ഞായിരുന്നു അവർ. ആ നമ്പർ ഇതാണ്, ഈ നമ്പറിലാണ് 9221335467. ഈ നമ്പറിലാണ് നിങ്ങളുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു നിങ്ങളുടെ പേരിൽ. അപ്പോൾ ആ സിം ഉപയോഗിച്ചിട്ട് ഈ പ്രതി അതിനകത്ത് ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ കൂടുതൽ അന്വേഷിച്ചു അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് വീണ്ടും അയാൾ പറഞ്ഞു ഇങ്ങനെ ജമ്മു കാശ്മീർ JKC കേസ് 017
2025 ഒരു കേസ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് 2025 മാർച്ച് 25-നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കേസിൻ്റെ കൂടെ കാര്യം മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ ഇത് ക്യൂരിയോസിറ്റിയിൽ എന്താണെന്ന് അറിയാനായി വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കറണ്ട് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഫോണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സൈബർ സെല്ലിൽ കൈമാറും. അവർ നിങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഫോൺ കട്ടാക്കിയില്ല, അവർ എന്നെ വീണ്ടും വിളിക്കുകയാണ്. മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ മലയാളം, നമ്മുടെ മലയാളമൊന്നുമല്ല, സംസാരിച്ചിട്ട് ഒരു സുരേഷ് കുമാർ SI ആണ്, ഞാൻ സൈബർ സെൽ ഹെഡ് ക്വാർട്ടേഴ്സിനാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ പറഞ്ഞു ഇത് വളരെ സീരിയസ് മാറ്ററാണ്. പ്രജിത്ത് കോങ്ങാട് MLA പ്രജിത്ത് കോങ്ങാടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, MLA ആണെന്ന് അറിയാതെയായിരിക്കും തട്ടിപ്പിനുള്ള ശ്രമം നടന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ സൈബർ കേസുകളുടെയൊക്കെ പരിമിതി എന്ന് പറയുന്നത് ഇവരെ കണ്ടെത്തുക, അവരിലേക്ക് എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? രേണുക, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് MLAക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നതും ആ കോളിൽ പറഞ്ഞ പഹൽഗാം ആക്രമണത്തിൽ ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ ഫോൺ നമ്പറെന്നും അതിൽ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും അതുമാത്രമല്ല മുംബൈയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ശാന്തകുമാരിയുടെ പേരിലാണെന്നും ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് തീവ്രവാദ പ്രവർത്തനത്തിലേക്കാണെന്ന് പോകുന്നതും എന്നും പറഞ്ഞിട്ടായിരുന്നു തട്ടിപ്പ്. 2 മണിക്കൂറോളമാണ് ഈ സംസാരം. ആദ്യം ഹിന്ദിയിലായിരുന്നു, ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിരുന്നു. അതിനുശേഷം പിന്നെ ഫോൺ കട്ട് ചെയ്ത ശേഷം പിന്നീട് വീഡിയോ കോളാണ് വരുന്നത്. വീഡിയോ കോൾ വരുന്നത് സൈബർ സെൽ ആസ്ഥാനിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തി SI സുരേഷ് കുമാർ എന്ന് പരിചയപ്പെടുത്തിയാണ് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ആ സമയത്തില് ഈ MLAയെ തനിച്ചൊരു റൂമിലിരുന്ന് സംസാരിക്കാൻ പറയുകയും അതിനുശേഷം MLAയുടെ അടുത്ത് നിന്ന് ആധാർ കാർഡും മറ്റു രേഖകളും അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും കുറച്ച് സംസാരം വീണ്ടും വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സംശയം തോന്നി. മുംബൈയിലെ ബാങ്ക് അക്കൗണ്ടിന്റെ പേര് പറഞ്ഞ സമയത്ത് സംശയം തോന്നുകയും അതിലെ MLAയുടെ ഭർത്താവും മകനും അവിടെ ഉണ്ടായിരുന്നു. ആ സംശയം തോന്നിയ ശേഷം MLAയുടെ ഡ്രൈവറാണ് ഈ കുഴൽമന്നം പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. കുഴൽമന്നം പോലീസ് ഈ നമ്പർ കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന് പരാതി കൈമാറുകയും ഇപ്പോൾ സൈബർ സെല്ല് കേസ് അന്വേഷിച്ചു വരികയാണ്. രേണുക, ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് MLAയുടെ തീരുമാനം. ഇന്നത്തെ സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 3 മണി വാർത്ത കാണാം. നമസ്കാരം.